ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്നോഫ്ലേക്സ് ചെയ്യുന്നതിൻ്റെ ക്രോഷ്യോ വെച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് മെയിൽസ് ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതിൻ്റെ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിപ്പിച്ച് തരാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയായിരുന്നു. അതിൻ്റെ ഒരു 2 സെറ്റ് ഇതാണ് അത്. അപ്പം ഇത് ബേസിക് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചാലോ, അത് ബേസിക്സ് എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരമാവും എന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഈ 2 കളർ യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഹോബി സ്റ്റോറിൻ്റെ യാണാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് മാജിക് നീഡിൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. ഞാൻ കൂടുതൽ യാണുകളും മേടിക്കുന്നത് മാജിക് നീഡിലും വർദ്ധമാനം എന്ന് പറയുന്ന 2 സൈറ്റിൽ നിന്നാണ്. കോട്ടൺ യാൺസും ഇത് 100% പ്രീമിയം അക്രിലിക് യാണാണ് കേട്ടോ. പിന്നെ നീഡിൽസിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങനെ പല അളവിൻ്റെ നീഡിൽസിൻ്റെ ഒരു സെറ്റ് കിട്ടും നമുക്ക് ഇതുപോലെ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഇതിൻ്റെ ഒപ്പമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് പഠിക്കുമ്പം നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ആണ്. സ്റ്റിച്ച് മാർക്കേഴ്സും ഈ നീഡിൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്സ് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അധികം പൈസയൊന്നും ചിലവാക്കി യാണിനൊന്നും കളയാതിരിക്കുക. തുടക്കം തന്നെ വളരെ 1-2 കളർ യാണും കാര്യങ്ങളും മേടിക്കുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നീഡിലെ 4.5 mm നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 കളറ് ഷെയ്ഡ് ഇട്ട് ചെയ്തത് കൊണ്ടാണ് ഈ 2 കളേഴ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് ഒക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് എത്രയാണ് യാണിന് എന്നുള്ളതൊക്കെ. ഇതും MRP ഇട്ടിരിക്കുന്നത് 225 ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചധികം യാൺസ് ഒരുമിച്ചാണ് മേടിച്ചിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഇതിൻ്റെ കഴിഞ്ഞും റേറ്റ് കുറവിനാണ് കേട്ടോ എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ യാണ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതിന് ഒരു ഇതുണ്ട്. നമുക്ക് യാണിൻ്റെ പുറത്തുള്ള ഇത് ഊരിയിട്ട് പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഉള്ളിലുള്ള ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ആദ്യം ഇത് നമ്മളുടെ പുറത്തത്തെ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ചുറ്റി വെക്കാം. ഉള്ളിൽ യാൺ ഉണ്ടാവും. ഉള്ളിൽ നിന്നുള്ള യാൺ നമ്മൾ വലിച്ച് ഇതിൻ്റെ ഉള്ളിലെ ഇത് ഇങ്ങനെ വലിച്ചിങ്ങനെ പുറത്തോട്ട് എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ. അപ്പൊ നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ യാൺ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കെട്ടൊന്നും പിടിക്കില്ല. കെട്ട് പിടിക്കാണ്ട് കെട്ടും. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക എന്നുള്ളതാണ്. മാജിക് റിങ്ങിൽ തുടങ്ങുന്ന പ്രൊജക്റ്റുകളും ഉണ്ട്, സ്ലിപ്പ് നോട്ടിൽ തുടങ്ങുന്ന പ്രൊജക്റ്റുകളും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. നോട്ട് ഇടുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. ത്രെഡ് ആദ്യം എടുക്കുക, നീഡിൽ ഈ കയ്യിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് വരുന്നത്. ഇനി ഇത് വേറൊരു തരത്തിലും കൂടി നമുക്ക് ചെയ്യാം. നീഡിലില്ലാതെ ഒരു വിരലയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കണ്ടോ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം ഈ ത്രെഡാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് അവിടുന്ന് വരുന്ന ത്രെഡ് വേണം നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇനി നമ്മൾ നീഡിലെടുത്ത് ഇതിലിടണം. ഈ നീഡിൽ എപ്പോഴും ത്രെഡ് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഭയങ്കര ടൈറ്റായി പോവും. സ്റ്റിച്ചുകളും ഭയങ്കര ടൈറ്റായി പോവും. തുടക്കക്കാർക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം അതാണ്. ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. പിന്നെ ഞാൻ എപ്പോഴും നീഡിലിടുന്നത് ഇങ്ങനെ ഈ കയ്യിലൊന്ന് ഈ വിരലയിലൊന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ പിടിക്കും. ഈ നോട്ടിൽ
ഈ 2 വിരൽ വെച്ച് ഇങ്ങനെ പിടിക്കും. ഇവിടെയുള്ള ഈ ത്രെഡിനെ നമ്മൾ ടൈറ്റായി പോകരുതല്ലോ ഇതിങ്ങനെ വലിച്ചിട്ട്. അപ്പം ഈ വിരൽ കൊണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തുടങ്ങുന്നത്. ഇത് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ചെയിൻ ഇടാം. അപ്പം ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 16 ചെയിനാണ് ഇടേണ്ടത്. 16 ചെയിനിൽ എങ്ങനെയാണ്, ആദ്യം നമുക്ക് 15 എണ്ണം ഇടാം. യാൺ ഓവർ, നൂലിനെ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ നീഡിൽ ഇങ്ങനെ ചുറ്റുക, എന്നിട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വി പോലെ കിട്ടും. ഇങ്ങനെ പിന്നെയും നമ്മൾ നൂലിനെ ചുറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, പിന്നെയും ചുറ്റി വലിച്ചെടുത്തു. നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഈ ലൂസ് നമ്മൾ എപ്പോഴും കറക്റ്റ് ആണോ എല്ലാ പ്രാവശ്യവും ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. എന്നാലേ ഓരോ ചെയിൻ സ്റ്റിച്ചും സെയിം ആവുള്ളൂ. ഇല്ലേ നമ്മൾ ഭയങ്കര ടൈറ്റിന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റായിട്ടും ഒന്ന് ലൂസായിട്ടും ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്താലേ ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ? ഇത് വേറൊരു സൈസ്, ഇത് ചെറുത്, ഇത് വലുത്, അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് തെറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഴിക്കാനായിട്ടും ഈ ത്രെഡ് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. സുഖമായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് കൗണ്ട് ചെയ്യുന്നത് ഇതാ, 1 ഈ ഒരു വി ആണ് ഒരു സ്റ്റിച്ച്, ഒരു ചെയിൻ സ്റ്റിച്ച്. 1 2 3 എണ്ണം ചെയ്തു. ഇതാ 4 5 6 7 8 9 10 11 12 13 14 15. ഇപ്പൊ നമ്മൾ 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ഫസ്റ്റ് റോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് അളന്ന് നോക്കണം. ഇത് മിനിമം അത് കണ്ടോ 4 ഇഞ്ച് ഉണ്ടാവണം. മിനിമം നമ്മൾ 4 ഇഞ്ച് ഉണ്ടാവണം. ഇതിപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യും. അങ്ങനെ 4 ഇഞ്ചിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ 15 ചെയിൻ സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 16ാമത്തെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എവിടെയാണ് സിംഗിൾ ക്രോഷ്യോ ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതിനെ തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഓരോ സ്റ്റിച്ചുകൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ 1 2 3 ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റും. ഇതേലാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാ ഇട്ടിരിക്കുന്ന ഇത് ഒരെണ്ണം വിട്ടിട്ടാണ് ഫസ്റ്റത്തെ നമ്മൾ ചെയ്യുന്നില്ല. അതായത് അതിവിടെ ടേണിങ് സ്റ്റിച്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഫസ്റ്റത്തെ നമ്മൾ വിട്ടിട്ട് രണ്ടാമത്തത് തൊട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് പിടിച്ച് ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റും. ഓക്കെ. എന്നിട്ട് ത്രെഡിനെ എടുത്ത് ഇതിൽ കൂടെ നമ്മൾ ഇതിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കും. ഒന്നും കൂടി നമ്മൾ യാൺ ഓവർ ചെയ്ത് ഈ ഇപ്പം നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടെ വലിച്ചെടുക്കും. ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് മാർക്ക് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു വി ഷേപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഈ മാർക്കർ നമ്മൾ ഇട്ട് വയ്ക്കുക. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഇതിലല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ടേൺ ചെയ്ത് ഇതിൻ്റെ ഈ സ്റ്റിച്ചിലാണ്, ഈ ത്രെഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിച്ചെടുത്തു. ഇപ്പോൾ 2 ലൂപ്പ് കിട്ടി. ഒന്നും കൂടി എടുത്ത് വലിച്ചെടുത്തു. രണ്ടാമത്തത് ഇതുപോലെ നമ്മൾ അറ്റം വരെ ചെയ്യണം. ഒന്നും കൂടി പറയാം. ഈ വി പോലെ നമ്മൾ 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഒരു ചെയിനും കൂടി ചെയ്യണം. അത് നമ്മളുടെ ഇവിടുത്തെ ടേണിങ് ചെയിൻ ആണ്.
ടേണിങ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടു, ഇത് വളഞ്ഞ് ഇവിടെ കിടക്കും. അത് നമ്മൾ ഒരു സ്റ്റിച്ച് പോലെയോ അല്ലെങ്കിൽ എണ്ണത്തിലോ അധികം കൂട്ടാറില്ല. പിന്നെ നമ്മൾ തിരിക്കുമ്പം ഫസ്റ്റത്തെ വിട്ടിട്ട് ഈ ബാക്കിലെ ഇതേൽ വേണം നമ്മൾ നീഡിലിങ്ങനെ കയറ്റാൻ. എന്നിട്ട് ത്രെഡ് ചുറ്റി വലിച്ച് ഒന്നും കൂടി ചുറ്റി ഈ രണ്ടെണ്ണത്തിൽ കൂടെ എടുക്കാം. ഇതാണ് സിംഗിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഇടുന്നത് കൊണ്ട് നമുക്ക് എത്ര സ്റ്റിച്ച് നമുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എണ്ണിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആദ്യം ചെയ്യുന്ന ആൾക്കാർ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ 14 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. 15ാമത്തത് നമ്മളിതാ ഈ ടേണിങ് പതിനഞ്ചെണ്ണം നമ്മൾ ചെയ്തു. കണ്ടോ, 15 എണ്ണം സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അളന്നു നോക്കുക എത്ര ഉണ്ട് നമ്മളുടെ ഇതെന്ന്. ഇത് മിനിമം നമുക്കൊരു മിനിമം നമ്മൾ 4 ഇഞ്ചെങ്കിലും നമുക്ക് ഉണ്ടാണ്. ഇത് നമ്മുടെ 4 ഇഞ്ചാണ് അളവ്. കണ്ടോ, 4 ഇഞ്ച് കറക്റ്റ് 4 ഇഞ്ചിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. മിനിമം 4 ഇഞ്ചെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം ഈ കോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി നമ്മളിതിപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ഫസ്റ്റ് ലെയറാണിത്. ഇനി ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയിൻ വരും. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഒരെണ്ണം എക്സ്ട്രാ ഒരു ചെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള 15 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ലെയറും ചെയ്യുന്നത്. അപ്പം നമുക്ക് ടേൺ ചെയ്തിട്ട് ചെയിൻ 1 കണ്ടോ, ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം ടേൺ ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ടേൺ ചെയ്യാനായിട്ട് കേട്ടോ. ടേൺ ചെയ്ത് നമുക്ക് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് വരെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ എണ്ണുക എത്ര സ്റ്റിച്ച് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ ഓരോ വിയും ഓരോ സ്റ്റിച്ചാണ് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് നമ്മളിങ്ങനെ 1 2 3 4 ഇങ്ങനെ എണ്ണുക. അപ്പൊ നമുക്ക് 15 എണ്ണം ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ ചെയ്യുക. എക്സ്ട്രാ ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്യുക, നമ്മുടെ ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത ഈ ചെയിൻ വിടണം. ഫസ്റ്റ് ചെയ്ത ചെയിൻ വിട്ടിട്ട്, അതായത് നമ്മൾ ടേൺ ചെയ്യാൻ വേണ്ടി ചെയ്ത ചെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ അതിൽ നമ്മൾ ചെയ്യില്ല സ്റ്റിച്ച്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെടുത്ത് ഇങ്ങനെ ചെയ്തു പോകും. ഇതാണ് സെക്കൻഡ് ലെയർ. നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് മാർക്കർ വേറെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ തെറ്റത്ത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്കത് ഇനി തെറ്റിപ്പോവണ്ട. നമ്മൾ ഇവിടെ ഒരു ടേണിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ രണ്ടാമത്തെ സ്റ്റിച്ച് മാർക്കർ നമുക്ക് ഇടാം. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
കാരണം നിങ്ങൾക്ക് അളവ് മാറിപ്പോവില്ല, എണ്ണം തെറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും എണ്ണം തെറ്റും. അപ്പം അത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 1 2 3 4 5 6 7, അല്ലെങ്കിൽ നമ്മൾ എണ്ണിക്കൊണ്ട് ചെയ്യുക. ഇതുപോലെ 8 9 10 11 12 13 14. ഇത് കണ്ടോ, ലാസ്റ്റത്തെ ചെയിൻ നമുക്കിതാ ഇവിടെ നമ്മൾ മാർക്ക് ഇട്ടത് കാരണം കൊണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചെയിൻ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഊരുക, എന്നിട്ട് അവിടെ 15ാമത്തത് ചെയ്യാം. നമുക്ക് 15 ചെയിൻ സിംഗിൾ ക്രോഷ്യ കിട്ടി. അങ്ങനെ 15ാമത്തതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ നമുക്ക് സെക്കൻഡ് ലെയർ കംപ്ലീറ്റഡ് ആയി നമ്മളുടെ. ഇനി അടുത്ത ലെയർ ചെയ്യുക. ചെയിൻ റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം തിരിക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇതുപോലെ തന്നെ ഫസ്റ്റ് ചെയിൻ നമ്മൾ ലീവ് ചെയ്ത് സെക്കൻഡ് വണ്ണിൽ തൊട്ട് നമ്മൾ തയ്ച്ച് തുടങ്ങുക. 1 2 3 4. ഇതേപോലെ നമ്മൾ ഇങ്ങനെ 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 തയ്ച്ച് എത്ര വരെ വരണം എന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടെ നമ്മൾ 2 ലൂപ്പിൽ കൂടി എടുത്തിട്ട്, ഇത് കണ്ടോ, ഈ 2 ത്രെഡിൽ കൂടി എടുത്തിട്ട് വേണം നമ്മൾ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഈ 2 ത്രെഡിൽ കൂടി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോ നമ്മളുടെ 3rd ലെയറാണ് കഴിഞ്ഞത്. ഇതാ 3rd ലെയർ നമ്മളുടെ കഴിഞ്ഞു. 1 2 3. ഇപ്പൊ ഇനി ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ലെയർ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 11 റോസ് ചെയ്യണം. ഇതുപോലെ നമ്മൾ, ഇത് നല്ല സ്റ്റിച്ചാലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, എന്ത് എളുപ്പമാണ് നോക്കൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 11 റോ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ ഓരോ ലെയർ ചെയ്ത് കഴിയുമ്പോഴും ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ നമ്മളൊന്ന് എണ്ണി നോക്കുന്നതും നല്ലതാണ്, ഈ സ്റ്റിച്ച് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഉണ്ടോ. പിന്നെ ഇത് ഒരെണ്ണം എക്സ്ട്രാ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 15 സ്റ്റിച്ച് തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് എണ്ണം കറക്റ്റ് അല്ല, ചിലപ്പോൾ ഈ അവസാനം ഇടുന്നത് വിട്ടുപോകാറുണ്ട്. നമ്മളിത് സ്റ്റാർട്ടിങ് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വരും. ഇത് കുറഞ്ഞു വരും. നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. അപ്പം നമ്മളിത് എണ്ണി നോക്കണം ഓരോ ലെയർ ചെയ്യുമ്പോഴും. അപ്പം ഇത് ഇങ്ങനെ ഒരു സെക്ഷൻ വരുന്നത് ഇതൊരു ലെയർ ആയിട്ടാണ്. അപ്പം ഇത് 1 2 3 4 5 6 7 8 9. അപ്പം 9 ലെയറായി. നമുക്ക് 11 ലെയറാണ് ചെയ്യേണ്ടത്. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം, ഇതിലെടുക്കുക.
ഇനി ഞാൻ വേറെ ഒരു സ്റ്റിച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഈ വി പോലെയുള്ള രണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ നമ്മൾ ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യും. ഈ ബാക്ക് ലൂപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെ മാത്രം ചെയ്യും. അതായത് നമ്മൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും ഓരോ ഇതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ. ഇതിങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് എടുത്ത് ചെയ്യുന്നത്. ഇതിൽ കൂടെ മാത്രം നമ്മൾ ചെയ്യും. നീഡിൽ കയറ്റിയിട്ട് അടുത്തത് ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യും. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഈ പ്രൊജക്റ്റിന് നമ്മളിത് ചെയ്യുന്നില്ല, ഞാൻ ഇത് വെച്ചിട്ട് ഈ സ്റ്റിച്ചും കൂടി ഇതിൻ്റെ ഒപ്പം കാണിച്ചു തരുന്നതാണ്. ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ സെയിം ഇത് തന്നെ രണ്ടെണ്ണം ചെയ്യുന്നതിന് പകരം ഒരെണ്ണത്തിൽ കൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഒരു ലെയർ കംപ്ലീറ്റ് ആകട്ടെ കേട്ടോ. ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. രണ്ടെണ്ണത്തിൽ കൂടെയും ചെയ്യാൻ എളുപ്പമാണ്, ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്തെടുക്കാനും എളുപ്പമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്രണ്ടിൽ വിട്ട ലൂപ്പ് ഉണ്ടല്ലോ, അതിനൊരു പ്രൊജക്ഷൻ വരും. ഒരു ഹമ്പ് പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. നല്ല ഭംഗിയാണ്. ഈ സ്റ്റിച്ച് ഇങ്ങനെ രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പരന്ന് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്റ്റിച്ചായിട്ട് കിട്ടും. ഇതിങ്ങനെ നമ്മൾ ഒരെണ്ണത്തിൽ കൂടെ മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊന്തി കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്തു വിടുന്നത്. ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്തു വിടുന്നത്. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്ത് തീർന്നതുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിൽ നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് നമുക്ക് അഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, ത്രെഡ് ഇങ്ങനെ അഴിഞ്ഞ് കിട്ടിക്കോളും. അപ്പം ചെയ്യുമ്പോൾ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ മസ്റ്റായിട്ടും അഴിച്ചിട്ട് തന്നെ ചെയ്യുക, എണ്ണമൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിത് രണ്ട് ലൂപ്പിൽ കൂടെ ഇട്ടിട്ട് തന്നെ ചെയ്ത് ഈ പ്രൊജക്റ്റ് അവസാനിപ്പിക്കാം. നമ്മളുടെ 11 ലെയർ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് അളന്ന് നോക്കുക. ഇത് കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് 11 ലെയർ. ഇനി നമ്മൾ ഇത് കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പം ഈ ബ്ലൂവിൻ്റെ ഇത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ 11ാമത്തെ ലെയർ ചെയ്തിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇതിൽ ലാസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആ രണ്ട് ഇതിൽ കൂടെ കയറ്റി യാൺ എടുത്ത് നീഡിലെ 2 ലൂപ്പ് ഉള്ളപ്പം നമ്മൾ ബ്ലൂ യാൺ എടുക്കും. ബ്ലൂ യാൺ എടുത്തിട്ട് നമ്മൾ ഈ യാണിന് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 ലൂപ്പ് കിട്ടിയല്ലോ. ഈ സമയത്ത് നമ്മൾ യാൺ എടുത്തിട്ട് എക്സ്ട്രാ നമ്മുടെ ഏത് കളറാണ് നമുക്ക് ചേർക്കേണ്ടത് ആ കളർ യാൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ലൂപ്പ് ഇട്ട് വലിക്കും. അപ്പോൾ നമുക്ക് ഇതിന് കെട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഈ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോവ് ഷെയ്ഡിൻ്റെ യാൺ നമുക്ക് ഇനി കട്ട് ചെയ്യാം. നമ്മൾ ഈ യാൺ നമ്മളിവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാണ്, കുറച്ച് ലെങ്ത് ഇട്ടിട്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ മാറ്റുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബ്ലൂ കളർ യാണിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഈ ലാസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് ചെയിൻ 1 ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചാൽ ഇതിവിടെ ഇങ്ങനെ ടൈറ്റ് ആയിക്കോളും. ഓക്കെ. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാം വർക്ക്.
നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത യാണ് ഇവിടെ ഉണ്ടാവും. അത് നമുക്ക് പിന്നെ ത്രെഡ് നീഡിൽ വെച്ച് നമുക്കത് ഉള്ളിലോട്ട് വിടാം. നമ്മളുടെ ഈ ബ്ലൂ യാണിൻ്റെ ഈ ഒരു അറ്റമുണ്ട്, ഇത് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. വർക്കിംഗ് യാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ചുറ്റി പിടിക്കും. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത്. ഇത് നമ്മൾ എക്സ്ട്രാ ഇട്ട ചെയിനാണ് കേട്ടോ. ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ തയ്ച്ചു വിടുക. ഈ രണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെയും നമ്മൾ നീഡിൽ കയറ്റണം. ഈ ബ്ലൂ ഇതിന്റെ പുറത്ത് വന്ന് അതും പിടിച്ച് വേണം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ. കണ്ടോ, ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തു നമ്മൾ ആദ്യത്തെ. ഈ ബ്ലൂ യാണും കൂടി ഇങ്ങനെ ഒപ്പം പിടിച്ച് നമ്മൾ തയ്ച്ചു പോവുക. ഇല്ലെങ്കിൽ നമുക്ക് നീഡിലോണ്ട് പിന്നെ നമുക്ക് ചേർത്തെടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചാണ് ചെയ്തു പോകുന്നത്. ഇങ്ങനെ ചെയ്തു പോകും. ഇത് നമുക്ക് എത്ര നീളത്തിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുമോ അത്രയും നീളത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇത് കളർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ, സിംഗിൾ ക്രോഷ്യോയില്. ഇതിപ്പോ ഏകദേശം ഇതിന്റെ അറ്റം എത്താറായി. നമുക്ക് ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ അടിയിലോട്ട് വിടുക. അടിയിലോട്ട് വിട്ടിട്ട് ബാക്കിയുള്ളതിൽ നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് പോവുക. പുൾ ത്രൂ യാൺ ഓവർ ത്രൂ യാൺ ഓവർ. കണ്ടോ, ഇങ്ങനെ വരിക. ഇപ്പൊ നമുക്കിതൊന്ന് എണ്ണി നോക്കണം കേട്ടോ. കളർ ചേഞ്ച് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് എന്തായാലും എണ്ണി നോക്കണം. കാരണം നമുക്ക് 15 എണ്ണം ഉണ്ടോ എന്നുള്ളത് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കണ്ടോ, 15 സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തത്. ഇനി അറ്റം വരുമ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്യുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. ഈ ത്രെഡൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോഴേ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റാവുന്നതാണ്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി മോവ് ഷെയ്ഡ് ചെയ്തത് പോലെ തന്നെ ഈ ബ്ലൂ ഷെയ്ഡും നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ കളറ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലൂ നമ്മൾ 5 ലെയറാണ് ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 5 ലെയറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ ബ്ലൂവിൻ്റെ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ത്രെഡ് നമ്മളിത് ഇങ്ങനെ ടൈറ്റാക്കി നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ഫിനിഷായി. കണ്ടോ? അപ്പം നമ്മളുടെ സെയിം അളവാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കിത് സെയിം അളവാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, രണ്ടും സെയിം അളവാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരേ കളറ് അളവിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ത്രെഡിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ത്രെഡ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ? പിന്നെ കുറച്ച് ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുൻപ് നമുക്ക് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വിടാം. അപ്പം നമ്മൾ ഈ വി സ്റ്റിച്ച് വരുന്നതിൻ്റെ ഇവിടെയാണ് നമ്മൾ ഈ ത്രെഡുകൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന യാണെല്ലാം നമുക്ക് ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വിടാവേ. നമ്മൾ നീഡിൽ നമ്മളിങ്ങനെ എടുത്തു. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം.
ഇനി നമുക്ക് ഈ ത്രെഡുകൾ എങ്ങനെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പം ഇതാ ഓരോ വി ഷേപ്പിന്റെ ഉള്ളിൽ കൂടെയും നമ്മൾ ഇതിങ്ങനെ കയറ്റുക. നീഡിൽ ആദ്യം കയറ്റുക. ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് അറ്റാച്ച് ചെയ്തു. ഇതുപോലെ നമ്മൾ അടുത്തതിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഈ വി എന്ന് പറയുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിത് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിലെ വലിച്ച് ഈ 2 എണ്ണം നമ്മൾ ഇതിലെടുത്തു. കൊണ്ടോ, നമുക്കിത് കൈവച്ചും ചെയ്യാം കേട്ടോ. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, എളുപ്പത്തിൽ തീരും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെയും ഞാൻ ചെയ്തു കേട്ടോ. ഇതാ രണ്ടാമത്തെയും ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ആദ്യം ചെയ്ത്, ഇത് രണ്ടാമത് ചെയ്ത്. ഇതാ രണ്ടും സെയിം അളവാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണവും അളവും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ എല്ലാം പല പല അളവായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ടെൻഷൻ കറക്റ്റായിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ആ നൂലിൻ്റെ ഒരു ലൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കുന്ന വേറെ ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇത് കണ്ട് ഈ കോസ്റ്റേഴ്സും ഇതുപോലെ തന്നെ ഇത് ഡബിൾ ഷെയ്ഡ് ഇട്ട് ചെയ്തിട്ടതാണ്. അപ്പം ഇതിൻ്റെ അറ്റത്തുള്ള ഈ ഇങ്ങനെയുള്ള ഇത് കുറച്ച് ലെങ്ത്തിൽ ചെയ്തതേ ഉള്ളൂ. ഇത് കോട്ടണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കോട്ടണിലാകുമ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഭയങ്കര എന്താണ് പറയുക, ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കും. കോട്ടൺ യാണ് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലുപ്പമുള്ള യാണ് എടുത്തിട്ട് പഠിക്കുമ്പോൾ ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ച് വലുപ്പമുള്ള യാണ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും പഠിക്കാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ ഈ നീഡിലിൻ്റെ ഒരു സെറ്റും കാര്യങ്ങളും ഒക്കെ മേടിച്ചത് ഒരു 550. ഇത് ഇത്ര ഹോൾ സെറ്റ് മേടിക്കുമ്പോൾ കേട്ടോ നമുക്ക് നീഡിൽ മാത്രമായിട്ടും സ്റ്റിച്ച് മാർക്കർ മാത്രമൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. അതിനൊക്കെ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവാക്കരുത്. ആവശ്യത്തിനുള്ള സാധനം മാത്രം മേടിച്ച് നമ്മളത് ചെയ്ത് പഠിക്കുക. പിന്നെ ഇനി അടുത്തത് ക്രോഷ്യോ പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ക്രോഷ്യോ പഠിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്, പിന്നെ പ്രാക്ടീസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ക്രോഷ്യോ സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെയ്ത് 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 വേണം അതിൻ്റെ നീറ്റ്നെസ് വരാനായിട്ട്. പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്തപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ലൂപ്പിൽ കൂടെ മാത്രം ഇട്ട് ചെയ്തിട്ട് ഞാനൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ആ പ്രൊജക്റ്റാണ് ഇത്. ഇതൊരു സ്കാർഫാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇത് നോക്കി വാച്ചി, ഇത് കണ്ടോ, ഇത് ഒരു ബൾജിങ് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്ടോ. ഇതുപോലെ ഒരു പാറ്റേൺ പോലെ വരും. ഇതിപ്പോൾ ഞാൻ ഈ കളറ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ കളറ് ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്തത്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കളറ് ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഇത് സിംഗിൾ ക്രോഷിയാണ്. ഈ ഒരു ലൂപ്പിൽ കൂടെ മാത്രം നമ്മളിട്ട് ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രെച്ചിയാണ്, ഇങ്ങനെ വലിയും നല്ലതുപോലെ. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഞാനിതൊന്ന് അളന്ന് കാണിച്ചു തരാവേ. ഇതൊരു 31-32 ഇഞ്ചൊക്കെ ഉണ്ട്. അതായത് 32 ഇഞ്ച് ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 64 ഇഞ്ച് ഒക്കെ നമുക്ക് ഒരു സൈഡ് വരും. അപ്പം നിങ്ങൾ സ്കാർഫൊക്കെ തയ്ക്കുമ്പോൾ ആണ് ചെയ്യുക. ഇതിനി ഇതാ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ലതല്ലേ? അപ്പം ഈ സ്റ്റിച്ചും ഇതുപോലെ തന്നെ നമുക്ക് ലെങ്ത്തിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിച്ചത് സ്ട്രെച്ചി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്കിത് കുറച്ചും കൂടി ഇങ്ങനെ
വലിഞ്ഞിരിക്കും. പിന്നെ സ്റ്റിച്ച് കുറച്ച് ലൂസാക്കി ചെയ്താൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഒരു 25 ചെയിൻസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ +1 നമ്മളിടും, അപ്പോൾ 26 ആവും. പിന്നെ നമ്മൾ അതുപോലെ 25 ആണ് ചെയ്തു പോയിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എത്ര സ്റ്റിച്ചാന്നുള്ളത്. അപ്പം ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുക. സ്റ്റിച്ച് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോരോ പ്രൊജക്റ്റുകൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുക, ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സ്വന്തം യൂസ് ചെയ്യുമോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻസ് ഇടണം. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ കമൻ്റൊക്കെ നോക്കിയിട്ടാണ് ഇത് എങ്ങനെയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇടണോ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.